വെടിക്ക് മൂന്ന് പക്ഷി. തരൂരിന്റെ കീഴടങ്ങലിന് പിന്നാലെ രാഹുൽ ഗാന്ധി അഥവാ കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം ഞെട്ടിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുകയാണ്. രാഹുലിനെ കണ്ടതിനു പിന്നാലെ തരൂർ വിഷയം ഒരു അടഞ്ഞ അധ്യായമാണ് എന്ന് കേരളത്തിൽ അതുവരെ കൊമ്പുകുലുക്കി നടന്ന എല്ലാ നേതാക്കന്മാരും പിന്നീട് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോഴിതാ തരൂരിന് പുതിയ പദവി നൽകുകയാണ് രാഹുൽ. അതും രാഹുലിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന അതേ പദവി, പ്രതിപക്ഷ ഉപനേതാവിന്റെ കസേര. ഇപ്പോൾ ഈ പദവി അലങ്കരിക്കുന്നത് അസമിൽ നിന്നുള്ള എംപിയും കോൺഗ്രസിന്റെ ഉന്നതനായ നേതാവുമായ ഗൗരവ് ഗൊഗോയിയാണ്. അസമിൽ ഹിമന്ത്വ ബിശ്വ ശർമ്മ കോൺഗ്രസിൽ നിന്ന് പോയി BJPക്ക് കൈ കൊടുത്ത് വലിയ താമരപ്പാടങ്ങൾ സൃഷ്ടിക്കുന്നതിനിടയിൽ BJP തരംഗം ആഞ്ഞു വീശുന്നതിനിടയിൽ പോലും ഗൗരവ് ഗൊഗോയി വൻമരമായി കുലുങ്ങാതെ നിൽക്കുകയും വീണ്ടും വിജയിച്ച് MP ആയി അധികാരത്തിലേറുകയുമായിരുന്നു. എന്നാൽ അസം വീണ്ടും മറ്റൊരു സംസ്ഥാന തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുമ്പോൾ ഗൗരവ് ഗൊഗോയി അസമിൽ നിർബന്ധമായും വേണം. PCC പ്രസിഡന്റ് പദവിയിൽ ഇരുന്നു കൊണ്ട് സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ പട നയിക്കേണ്ടതുണ്ട്, വിജയിക്കേണ്ടതുണ്ട്. കാരണം കോൺഗ്രസിന്റെ ഒരു ശക്തി സംസ്ഥാനം കൂടിയാണ് അസം. ഹിമന്ത്വ BJPയിൽ പോയി വർഗീയതയുടെ ചീട്ടിറക്കിയതോടെയാണ് കോൺഗ്രസ് അസമിൽ ക്ഷയിച്ചു തുടങ്ങിയത്. എന്തായാലും ഇവിടെ ഒരു വെടിക്ക് മൂന്ന് പക്ഷി എന്ന് പറയാൻ കാരണം പുതിയ പദവി തരൂരിന് നൽകുന്നതോടെ തരൂരിന്റെ പരിഭവം മാറുന്നു എന്നുള്ളതൊന്ന്. ഒഴിവന്ന ഉപപ്രതിപക്ഷ നേതാവിലേക്ക് ഒരാളുമായി എത്തുമ്പോൾ അവിടെ രണ്ടാമത്തെ കാര്യം കേരളത്തിലെ പ്രതിഷേധത്തെ പ്രതിരോധിക്കാനും സാധിക്കും. ഇങ്ങനെ ഒരു വെടിക്ക് മൂന്ന് പക്ഷി. കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു തരൂർ 3 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് 30 മിനിറ്റ് KC വേണുഗോപാലിനെ പോലും പുറത്ത് ഇറക്കിക്കൊണ്ട് രാഹുലുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത്. അതിനുശേഷവും മഞ്ഞുരുകിയിട്ടില്ല എന്ന് തന്നെയായിരുന്നു കാര്യങ്ങൾ. എങ്കിലും തരൂർ കോൺഗ്രസ് വിട്ട് മറ്റെങ്ങും പോകില്ല എന്നുറപ്പിച്ച് കേരള കേന്ദ്ര നേതൃത്വം തരൂരിനെ വരുതിക്ക് നിർത്തിയതോടൊപ്പം തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇപ്പോൾ ഒരു അവസരമായിട്ടാണ് ലോകസഭയിലെ ഉപപ്രതിപക്ഷ നേതാവാക്കി മാറ്റുന്നത്. ഇതേ സംബന്ധിച്ച് നേതൃയോഗം ഇന്ന് ഡൽഹിയിൽ നടക്കും. യോഗത്തിന് പിന്നാലെ ഗൊഗോയ് ലോക്സഭാ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം ഒഴിയുമെന്നാണ് വിവരം. പിന്നാലെ ഈ പദവിയിലേക്ക് തരൂരിനെ പരിഗണിക്കാനാണ് നീക്കം. തരൂർ പാർട്ടിക്ക് വഴങ്ങിയത് ഇതിന് പിന്നാലെയാണ് എന്ന സൂചനയും ലഭിക്കുന്നുണ്ട്. നേരത്തെ ശശി തരൂർ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തിയപ്പോൾ പ്രധാന പദവി വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തരൂരിന് സംഘടനാ പദവി നൽകാൻ പറ്റില്ലെന്ന് നേതൃത്വം അറിയിക്കുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് പ്രതിപക്ഷത്തെ ഉപനേതാവാകാനുള്ള നീക്കം.